നമസ്കാരം. ഓരോ വ്യക്തികൾക്കും ജീവിതത്തിൽ പല അവസരങ്ങളിലും ഈ ഈശ്വരനായി തന്നെ പല രീതിയിലുള്ള സൂചനകൾ നൽകും. പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതിന് മുൻപ് അത് ശുഭകരവും അശുഭകരവും ആയിക്കൊള്ളട്ടെ, ചില സൂചനകൾ ഈശ്വരനായി തന്നെ നൽകുന്നതാണ്. അത് ഏവർക്കും പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കണം എന്നില്ല. എന്നാൽ തൊടുകുറിയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇവിടെ തന്നിരിക്കുന്നത് 3 നമ്പറുകളാകുന്നു. ഈ നമ്പറുകളിൽ ഒരു നമ്പർ നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. ഇതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ഇവിടെ തന്നിരിക്കുന്നതായ ആദ്യത്തെ നമ്പർ 7777 എന്ന നമ്പർ ആകുന്നു. രണ്ടാമത്തെ നമ്പർ 8888 ആണ്. മൂന്നാമത്തെ നമ്പർ 9999 ആകുന്നു. ഈ നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഇഷ്ടദേവതയെ ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് സർവ്വ സൗഭാഗ്യങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ 2 നമ്പറുകളിൽ ഒരു നമ്പർ തിരഞ്ഞെടുക്കുക. ഏവരും ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്ന് നടത്തുന്ന വിശേഷാൽ ശിവപൂജയുടെ ഭാഗമാകുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. ഈശ്വരാധീനം വളരെയധികം വർദ്ധിച്ചിരിക്കുന്ന ഒരു സമയം, അഥവാ ഈശ്വരാധീനം വർദ്ധിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. അതിനുള്ള ചില സൂചനകൾ, ഇതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ ഈശ്വരനായി തന്നെ നിങ്ങൾക്ക് നൽകും എന്ന കാര്യം ഓർക്കുക. പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരാം. അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ അല്ലെങ്കിൽ വർദ്ധിക്കുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം പ്രത്യക്ഷമായി തന്നെ പല രീതിയിലുള്ള സൂചനകൾ ലഭിക്കും. നിങ്ങളുടെ മനസ്സിന് വളരെയധികം സന്തോഷം കൊണ്ടുവരുവാൻ സാധിക്കുന്നതായ കാര്യങ്ങൾ ഈശ്വരാനുഗ്രഹത്താൽ സാധിക്കുക തന്നെ ചെയ്യും. കർമ്മമേഖലയിൽ പല തരത്തിലുള്ള ദുരിതങ്ങൾ വന്നു ചേരും എന്ന കാര്യം ഓർക്കുക. എന്നാൽ ഈ സമയം ഭഗവാനായി തന്നെ, അഥവാ ഈശ്വരനായി തോന്നിപ്പിക്കുന്ന, ഇഷ്ടദേവതയായി തോന്നിപ്പിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് തടസ്സങ്ങൾ ഒഴിവാക്കുവാൻ അല്ലെങ്കിൽ പല രീതിയിൽ മാറി ചിന്തിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ജോലി മാറുക തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ, ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരും. കൂടാതെ ഈ സമയം ഈശ്വരാനുഗ്രഹത്താൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാകുന്നതിനാൽ പ്രത്യക്ഷമായി തന്നെ പല സൂചനകളും ലഭിച്ചു തുടങ്ങും എന്ന കാര്യം ഓർക്കുക. നേതൃസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ, ആദരവ് തുടങ്ങിയ കാര്യങ്ങൾ ലഭിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. സാമ്പത്തികപരമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ചില മാറ്റങ്ങൾക്കുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. ധന ഇടപാടുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ വന്നു ചേരാം. എന്നാൽ ഈശ്വരനായി തന്നെ ചില സൂചനകൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നൽകും. അത് അവഗണിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുവാൻ പാടില്ല എന്ന് പറയാം. ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അത് നടക്കാതിരിക്കുവാൻ ചില തടസ്സങ്ങൾ അല്ലെങ്കിൽ ചില ചിന്തകൾ ഭഗവാനായി തന്നെ സ്വപ്ന ദർശനം നൽകുക, അഥവാ ഈശ്വരനായി ബന്ധപ്പെട്ട് അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സ്വപ്ന ദർശനം നൽകുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. അതിനാൽ തന്നെ ഇത്തരം ധന ഇടപാടുകൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കില്ല എന്ന് തന്നെ പറയാം. ഇത്തരം ധന ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ശത്രുക്കൾ വർദ്ധിക്കുക, ധനപരമായ നഷ്ടങ്ങൾ സംഭവിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കും സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. എപ്പോഴും ചെറിയ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് അല്ലെങ്കിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എന്ന് തന്നെ പറയാം. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ പ്രയാസങ്ങളുണ്ട്. എന്നാൽ ഈശ്വര കടാക്ഷത്താൽ, ഈശ്വരാനുഗ്രഹത്താൽ അത് തരണം ചെയ്യുവാൻ സാധിക്കുകയും
തന്മൂലം ജീവിതത്തിൽ നേട്ടങ്ങൾ വർദ്ധിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. എന്നാൽ എപ്രകാരം തരണം ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അതിന് അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുകയും അതുമായി ബന്ധപ്പെട്ട സൂചനകൾ ലഭിക്കുകയും ഉടനെ അത്തരം കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ഉയർച്ച നേടുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. ജീവിതത്തിൽ പലപ്പോഴും അകന്നു പോയിട്ടുള്ളതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. അത്തരം കാര്യങ്ങൾ വരുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുവാൻ സാധിക്കും. അത് ഭഗവാൻ നൽകുന്ന അഥവാ സാക്ഷാൽ ഈശ്വരൻ നൽകുന്ന ഒരു സൂചന തന്നെയാകുന്നു. പലപ്പോഴും അധ്വാനിച്ച പണത്തേക്കാൾ പല രീതിയിലുള്ള നഷ്ടങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്. പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് ചതികൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഇനി അത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുൻപ് പ്രത്യക്ഷമായ പല കാര്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും. അത് അവഗണിച്ച് മുന്നോട്ട് പോകരുത് എന്ന കാര്യം ഓർക്കുക. ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ ഇനിയുമുണ്ട് എന്ന് തന്നെയാണ് ഫലമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത്. ഈ സമയം പല രീതിയിലുള്ള കഷ്ടതകളുണ്ട് എങ്കിലും പിന്നീട് ജീവിതത്തിലേക്ക് സന്തോഷവും സമാധാനവും കടന്ന് വരുന്നതായ അവസരങ്ങൾ സംജാതമാകും എന്ന് തന്നെ പറയാം. അതിനാൽ ഇപ്പോൾ അനുഭവിക്കുന്നതായ ഏതൊരു പ്രശ്നവും താൽക്കാലികമാണ് എന്ന ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് കടന്ന് വരേണ്ടതാകുന്നു. മറ്റുള്ളവരുടെ ഇഷ്ടം നേടുവാൻ സാധിക്കുന്നതായ പ്രവൃത്തികൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും. അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് അത്തരം കാര്യങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കും. സഹായിച്ചാൽ തിരിച്ചടി ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ ഇത്തരം വ്യക്തികളുമായി ബന്ധപ്പെട്ട് ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരും എന്നും അതിനാൽ തന്നെ പുറകിലേക്ക് പോകണം എന്ന വ്യക്തമായ സൂചനകൾ വന്നു ചേരാം. ഈ സമയം നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കണം എന്നുമില്ല. അത് ഭഗവാൻ നൽകുന്ന അഥവാ സാക്ഷാൽ ഈശ്വരൻ നൽകുന്ന ഒരു സൂചനയായി തന്നെ കാണേണ്ടതാകുന്നു. പലപ്പോഴും പലർക്കും സഹായം ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ സഹായം നിങ്ങൾക്ക് ഇനിയും ചെയ്യുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഫലം. എന്നിരുന്നാലും അർഹരായ വ്യക്തികളെ സഹായിക്കണം എന്ന കാര്യം ഓർക്കുക. കുടുംബത്തിൽ കലഹങ്ങളുണ്ട്. എന്നിരുന്നാൽ പോലും അത് ഒഴിവാക്കുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധിക്കും. ഈ സമയം തീർച്ചയായും ഈശ്വര കടാക്ഷം നിങ്ങൾക്കുള്ളതിനാൽ തന്നെ പല കഴിവുകളും നിങ്ങൾ തിരിച്ചറിയും. അത് പ്രകാശിപ്പിക്കുവാൻ സാധിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സ്വയം ആത്മപരിശോധന നടത്തി പല കാര്യങ്ങളും നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ശോഭിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഫലം. അതിനാൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഇത്തരത്തിൽ ഭഗവാനായി അഥവാ ഈശ്വരനായി നൽകുന്ന സൂചനകൾ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. രണ്ടാമത്തെ നമ്പറായ 88 ആണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഉത്കണ്ഠ നിലനിൽക്കുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ ആ ഉത്കണ്ഠയ്ക്ക് പ്രാധാന്യമില്ല എന്നതാണ് വാസ്തവം. കാരണം മനസ്സിലുള്ള രണ്ട് അഭിപ്രായങ്ങൾ ഒഴിവാക്കി ശരിയായ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഈശ്വരൻ നൽകുന്ന സന്ദേശം. അതിനാൽ തന്നെ ഈ സമയം പകച്ചു നിൽക്കാതെ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ട്. എടുത്തുചാടി പല തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിലൂടെ ആപത്ത് പിണയുവാൻ, നഷ്ടം പിണയുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നും ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടും ചില പ്രശ്നങ്ങൾ വന്ന് ചേരാവുന്നതാണ്. അത് ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത്തരം കാര്യങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം നൽകണം എന്ന കാര്യവും ഓർക്കണം. മനക്ലേശങ്ങൾ ഉള്ളവരാണ് എങ്കിൽ അത് ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് സന്ദേശം. പോസിറ്റീവായ ചിന്ത നിങ്ങളിലേക്ക് കൊണ്ടുവരേണ്ടതാകുന്നു. അതിനായി ഈശ്വരാധീനം നിങ്ങൾ വർദ്ധിപ്പിക്കണം. നിത്യവും ദൈവിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സമയം ചെലവിടേണ്ടത് അനിവാര്യമാണ്. സമയം നീക്കിവെക്കുക. ഇഷ്ടദേവതാ മന്ത്രങ്ങൾ ജപിക്കുകയും 2 നേരം വിളക്ക് തെളിയിച്ച് സാധിക്കുന്ന അവസരങ്ങളിലെല്ലാം തന്നെ ക്ഷേത്ര ദർശനം നടത്തുക. പങ്കാളിയുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളുണ്ട് എങ്കിലും അത് പരിഹരിക്കുവാനും തന്മൂലം നേട്ടങ്ങൾ വർദ്ധിക്കുവാനും സാധ്യത കൂടുതലാണ്. അതിന് നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെയാണ്
സന്ദേശം അഥവാ ഫലമായി പറയുവാൻ സാധിക്കുക. പങ്കാളിയുമായി ബന്ധപ്പെട്ട് ഭാഗ്യം വർദ്ധിക്കാം. അതേപോലെ തന്നെ ദോഷകരമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ പങ്കാളിയാൽ സാധിക്കും, അല്ലെങ്കിൽ പങ്കാളിയുമായുള്ള ചർച്ചയാൽ അത് ഒഴിവാക്കുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. ധനം വന്ന ശേഷം നഷ്ടപ്പെടുക എന്നതാണ് നിങ്ങൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്ന്. അത്തരം കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എങ്കിലും ധനം കയ്യിൽ വരുമ്പോൾ അല്പം ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യം ഓർക്കുക. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അനാവശ്യ ചെലവുമായി ബന്ധപ്പെട്ടും ചില ധനനഷ്ടങ്ങൾ വന്ന് ചേരുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ ചിന്തിച്ച് നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഫലം. കലഹങ്ങൾ ഉണ്ടാവുകയും അത് വീട്ടിൽ തന്നെ ആകണം എന്നില്ല. പുറമേയുള്ള വ്യക്തികളുമായി ബന്ധപ്പെട്ടും കലഹങ്ങൾ ഉണ്ടാവുകയും നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുന്നതായ അവസ്ഥ ഉണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങളിൽ മാറ്റങ്ങൾ വന്നു ചേരും എന്ന് തന്നെയാണ് ഫലം. കൂടാതെ സാമ്പത്തികപരമായ ക്ലേശങ്ങൾ, മാനസികപരമായ ക്ലേശങ്ങളുണ്ട് എങ്കിൽ തീർച്ചയായും അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്നതായ പല പ്രശ്നങ്ങൾക്കും പെട്ടെന്ന് തന്നെ വ്യത്യാസം വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് തന്നെ പറയാം. കൂടാതെ എവിടെ ചെന്നാലും നിങ്ങൾക്ക് പ്രീതി സമ്പാദിക്കുവാനും അതേപോലെ തന്നെ നിങ്ങളുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കുവാനും ബഹുമാനം നേടിയെടുക്കുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. അതിനാൽ തന്നെ ഏത് കാര്യവും ചിന്തിച്ച് പ്രവർത്തിക്കുകയും ഏത് കാര്യം ചിന്തിച്ച് മാത്രമേ പറയുവാൻ പാടൂ എന്ന കാര്യവും ഓർക്കുക. ഇത്തരം അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരും എന്ന് തന്നെയാണ് ഫലം. കൂടാതെ നിങ്ങൾ ഇരിക്കുന്ന ഇടത്തേക്ക് ധനം വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. പല കാര്യങ്ങളും ധനപരമായ നേട്ടങ്ങൾക്കുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും. നിങ്ങൾ നഷ്ടം സംഭവിക്കും എന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങളിൽ ലാഭം വന്നു ചേരാം. അതിനാൽ ശ്രദ്ധാപൂർവം തന്നെ മുന്നോട്ട് പോകണം എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. നേട്ടം വർദ്ധിക്കുവാനുള്ള സാധ്യതയുണ്ട്. വിദേശത്തും സ്വദേശത്തും ജോലിയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും ചില നേട്ടങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. കൂടാതെ ഈ സമയം കർമ്മരംഗവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. പ്രധാനമായും മറഞ്ഞിരിക്കുന്നതായ ശത്രുക്കളുണ്ട് എന്ന് തന്നെ പറയാം. കർമ്മരംഗം എന്ന് പറയുമ്പോൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ്. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില ശുഭകരമായ സൂചനകൾ, സന്ദേശം നിങ്ങൾക്ക് ലഭിക്കും എന്ന കാര്യം ഓർക്കുക. മറഞ്ഞിരിക്കുന്നതായ പല ശത്രുക്കളെയും നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കുകയും തന്മൂലം പല കാര്യങ്ങളും ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. പലപ്പോഴും പല കാര്യങ്ങളും മടിച്ചതിന് ശേഷം അല്ലെങ്കിൽ അത് ചെയ്യണോ വേണ്ടയോ എന്ന സംശയം പലപ്പോഴും മനസ്സിലേക്ക് കടന്ന് വരുന്നതാകുന്നു. അതിനാൽ ശരിയായ സമയത്ത് ചില കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കാത്തതായ അവസ്ഥ നിങ്ങൾക്കുണ്ട്. എന്നാൽ ഈ സമയം നിങ്ങൾക്ക് പല രീതിയിലുള്ള കാര്യങ്ങൾ, ചിന്തകൾ മനസ്സിലേക്ക് വരികയും അഥവാ ശരിയായ രീതിയിൽ ചിന്തിച്ച് തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കും എന്ന് തന്നെയാണ് സന്ദേശം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ സാധിക്കുകയും തന്മൂലം നിങ്ങളിലേക്ക് വന്നു ചേരേണ്ട പല ദോഷകരമായ ഫലങ്ങളെയും ഒഴിവാക്കുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. ഈ സമയം നടക്കില്ല എന്ന് വിചാരിച്ചിരുന്ന ചില കാര്യങ്ങൾ നടക്കുവാനുള്ള വഴികൾ തെളിയുന്നതാകുന്നു. അതിനാൽ തന്നെ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ വിജയങ്ങൾ കാണുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഫലം. ഈ സമയം തീർച്ചയായും ആരോഗ്യവുമായി ബന്ധപ്പെട്ട് വന്നു ചേരുന്നതായ ആ ചിന്തകൾ അത് ശരിയാണോ എന്ന് നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഇപ്പോൾ ചികിത്സിക്കേണ്ട, പിന്നീട് ചികിത്സിക്കാം തുടങ്ങിയ ചിന്തകൾ വന്നു ചേരാം. അത്തരത്തിൽ ചിന്തകൾ പാടില്ല എന്ന് തന്നെയാണ് ഫലം. അസുഖങ്ങൾ ബാധിച്ചിട്ടുണ്ട് എങ്കിൽ ചികിത്സ നേടണം എന്ന കാര്യം ഓർക്കുക. ഇത്തരത്തിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും ശരിയായ രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കുവാനും സാധിക്കും എന്ന് തന്നെയാണ് ഫലം. നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ ഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. 9999 ആണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ, അഥവാ മൂന്നാമത്തെ നമ്പറാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്.
ദേവചൈതന്യം ഉള്ളവരാണ് നിങ്ങൾ. എന്നാൽ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് വാസ്തവം. എന്നാൽ അത് മനസ്സിലാക്കുവാനുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. പെട്ടെന്ന് തന്നെ ദൈവികമായ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. ദൈവിക കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ നൽകി തുടങ്ങും എന്ന കാര്യം ഓർക്കുക. എന്നാൽ ജീവിതത്തിൽ പല രീതിയിലുള്ള കലഹങ്ങളുണ്ട്. എന്നാൽ ഈശ്വരൻ നൽകുന്ന സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ, ഭാര്യാഭർത്തൃ ജീവിതത്തിൽ പ്രത്യേകിച്ചും കലഹങ്ങൾക്കുള്ള പരിഹാരം വന്നു ചേരും എന്ന് തന്നെയാണ്. ഭാര്യാഭർത്തൃ ജീവിതത്തിൽ അഥവാ ദാമ്പത്യ ജീവിതത്തിലുള്ള പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് ശരിയായ രീതിയിൽ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പലപ്പോഴും സ്നേഹം പുറമെ കാണിക്കാത്തവരാണ് നിങ്ങൾ എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾക്കും കാരണമായി തീരാം. അത്തരം കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് തന്നെ പറയാം. ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ശക്തരല്ലാതായി തീർന്നിരിക്കുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ തീർച്ചയായും നിങ്ങളുടെ ശക്തി വർദ്ധിക്കുന്നതായ സമയങ്ങൾ വന്നു ചേരും എന്ന് തന്നെയാണ് ഫലം. അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കടന്നു വരും എന്ന് തന്നെയാണ് ഫലം. ഈശ്വരാനുഗ്രഹത്താൽ ശക്തി വന്നു ചേരും. അത് നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരിക തന്നെ ചെയ്യും. കൂടാതെ ഭാഗ്യസമയം വന്നു ചേരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും പ്രകടമായി തുടങ്ങും. ആർക്കും നിങ്ങളെ തോൽപ്പിക്കുവാൻ സാധിക്കാത്തതായ അവസരങ്ങൾ വന്നു ചേരും. ഇപ്രകാരമാണ് സന്ദേശം പറയുന്നത്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്ന ഫലങ്ങൾ ഇപ്രകാരം തന്നെയാകുന്നു. മറ്റുള്ളവർക്ക് ചെയ്യുവാൻ സാധിക്കാത്തതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ പൂർത്തീകരിക്കുവാനോ അല്ലെങ്കിൽ ചെയ്തു തീർക്കുവാനോ സാധിക്കുന്നതാണ്. അത് മറ്റുള്ളവർക്ക് പോലും അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു എന്ന് വരാം. അത്തരത്തിലുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുകൂലമായി ഭവിക്കുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ബുദ്ധിപരമായി പല നീക്കങ്ങളും നടത്തുവാനും അതുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള അനുകൂലമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് ഫലം. കൂടാതെ നിങ്ങളുടെ ബുദ്ധി വൈഭവത്താൽ വളരെയധികം നേട്ടങ്ങൾ, ഉയർച്ച ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും അനുകൂലമായി ഭവിക്കും. പല കാര്യങ്ങളിലും വിജയങ്ങൾ നേടുവാൻ സാധിക്കുക തന്നെ ചെയ്യും. ബുദ്ധി വൈഭവത്താൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ ആ കാര്യങ്ങൾ ഈശ്വരനായി തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരും എന്ന് തന്നെ പറയാം. പല കാര്യങ്ങളും നിങ്ങൾക്ക് നഷ്ടം വരും എന്ന് വിചാരിച്ച് പുറകിലേക്ക് മാറി നിന്നിട്ടുള്ളവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അബദ്ധങ്ങൾ സംഭവിച്ചു എന്ന് തന്നെ പറയാം. ജീവിതത്തിൽ ഭഗവാനായി നൽകുന്ന, ഈശ്വരനായി നൽകുന്ന പല അവസരങ്ങളും ശരിയായ രീതിയിൽ വിനിയോഗിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയാം. എന്നാൽ അതിൽ മാറ്റങ്ങൾ വന്ന് ചേരുന്നതായ അവസരങ്ങൾ സംജാതമാകും എന്ന കാര്യവും ഓർക്കുക. മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരാം. മറ്റുള്ളവരോട് വളരെ സ്നേഹത്തോടെയും അതേപോലെ തന്നെ അവർക്ക് ഉപകാരപ്പെടുന്നതായ ചില കാര്യങ്ങൾ ചെയ്യുവാനും നിങ്ങൾക്ക് സാധിക്കും. ഈശ്വര കടാക്ഷം നിങ്ങൾക്കുണ്ട് എന്നതാണ് വാസ്തവം. ഇപ്പോൾ അത് വർദ്ധിച്ചിരിക്കുന്നതായ അവസരം തന്നെയാകുന്നു. അതിനാൽ തന്നെ ഈ കാര്യം പ്രത്യേകം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. നിങ്ങൾ എവിടെ നിൽക്കുന്നുവോ അവിടെ വളരെയധികം നേട്ടങ്ങൾക്കുള്ള സാധ്യതകൾ വന്നു ചേരും. അഥവാ നിങ്ങൾക്ക് ജീവിതത്തിൽ രക്ഷ നേടുവാനും ധനപരമായ നേട്ടങ്ങൾ വർദ്ധിപ്പിക്കുവാൻ സഹായകരമായ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കുക. എപ്പോഴും പല രീതിയിലുള്ള ആഗ്രഹങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. എന്നാൽ അത് നടക്കുന്നില്ല എന്നതാണ് വാസ്തവം. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് മാറ്റങ്ങൾ വന്നു ചേരും എന്ന് തന്നെയാണ് ഫലം. കാരണം അതുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുകയും ആഗ്രഹ സാഫല്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യത വർദ്ധിക്കും എന്ന് തന്നെയാണ് സന്ദേശം. ചില കാര്യങ്ങൾ നിങ്ങൾ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവരാകുന്നു അഥവാ സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നവരാകുന്നു. എന്നാൽ പല രീതിയിലുള്ള തടസ്സങ്ങൾ ആ കാര്യം സ്വന്തമാക്കുവാൻ അല്ലെങ്കിൽ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടിട്ട് അതിൽ ചില കാര്യങ്ങൾ വാങ്ങുവാനായി അഥവാ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്യമുണ്ട് എങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ
സഹായകരമായ ചില കാര്യങ്ങൾ സംഭവിക്കാനും സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. ലക്ഷ്യം കൂടുതൽ നിങ്ങൾക്ക് വ്യക്തമായി തുടങ്ങും. എപ്രകാരം പ്രവർത്തിക്കണം, എപ്രകാരം വിജയങ്ങൾ നേടുവാൻ സാധിക്കും തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്ന് തന്നെയാണ് ഫലം. എന്നാൽ എടുത്തുചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളുകയോ നെഗറ്റീവായ ചിന്തകൾ മനസ്സിൽ വർദ്ധിപ്പിക്കുകയോ ചെയ്യുകയാണ് എങ്കിൽ ഈ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരണം എന്നില്ല. പങ്കാളിയുടെ സാന്നിധ്യം അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളുടെയോ മറ്റ് വ്യക്തികളുടെയോ സാന്നിധ്യത്താൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാവുകയും ജീവിതത്തിൽ ധൈര്യം പകർന്ന് ലഭിക്കുകയും ചെയ്യും. അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ നൽകും എന്ന കാര്യവും ഓർക്കുക. പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അഥവാ കൈകളിലേക്ക് പല കാര്യങ്ങളും അനുകൂലമായി വന്ന് ഭവിക്കും. ധനപരമായ കാര്യങ്ങൾക്കും സാധ്യതയുണ്ട്. അതിനാൽ തന്നെ ഈ സമയം അത്തരം കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്ന് തന്നെയാണ് ഫലം. ഈ സമയം തീർച്ചയായും ഈശ്വര കടാക്ഷം നിങ്ങൾക്ക് വർദ്ധിച്ചിരിക്കുന്ന സമയമാകുന്നു. അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങൾക്ക് വിദേശയോഗം അഥവാ വിദേശത്തേക്ക് പോകുവാനും അവിടെ വസിക്കുവാനുമുള്ള യോഗങ്ങൾ വന്നു ചേരാം. ഒന്നിൽ കൂടുതൽ ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാകുന്നു. കർമ്മരംഗത്തെ പല രീതിയിലുള്ള പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ സാധിക്കും എന്നുകൂടി മനസ്സിലാക്കുക. ഇത്തരം സന്ദേശങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്.